എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹെന്ന എക്സാക്റ്റ് ആയിട്ട് എങ്ങനെ മിക്സ് ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം. ഒത്തിരി പേർക്ക് ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് തലമുടിയിൽ കളർ വരുന്നില്ല, അല്ലെങ്കിൽ ഗ്രേ ഹെയർ കവർ ആവുന്നില്ല, മുടി നന്നായിട്ട് വളരുന്നില്ല, ഭയങ്കര റഫായിട്ടുണ്ട്, ഇങ്ങനത്തെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വരുന്നത്. കറക്റ്റ് രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എത്ര നേരം അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രീമച്യൂർ ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ, മുടി ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ, മുടി റഫ് ആണെങ്കിൽ ഏത് രീതിയിൽ ഹെന്ന അപ്ലൈ ചെയ്യണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാത്രം മറക്കണ്ട. ഈ ഹെന്ന നമ്മൾ ഒരു ബൗളിൽ എടുക്കുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ഉണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടി എടുക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് എടുക്കാം. സ്റ്റീൽ മാത്രം എടുക്കില്ല കേട്ടോ. അത് ഇരുമ്പ് ചട്ടി ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ആ ഒരു ബൗളിനകത്ത് നമ്മളിപ്പോൾ ഹെന്ന, ഞാൻ ഇവിടെ നോർമൽ ഹെന്നയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കിട്ടുവാണെങ്കിൽ അതും നല്ലതാണ്, അല്ലെങ്കിൽ ഓൺലൈനിലും കുറേ ഹെന്ന പൗഡേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് നുപൂറിൻ്റെ ഹെന്നയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലോക്കൽ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്, ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പോൾ 10 സ്പൂൺ നമ്മൾ ഹെന്ന എടുക്കുവാണെങ്കിൽ 5 സ്പൂൺ നെല്ലിക്കപ്പൊടി വീട്ടിൽ ഉണക്കി പൊടിക്കാം, നിങ്ങൾക്ക് ഓൺലൈൻ മേടിക്കാം, നിങ്ങൾക്ക് അടുത്തുള്ള ലോക്കൽ ഷോപ്പിലും മേടിക്കാം. അപ്പം ഞാനിവിടെ 10 സ്പൂൺ ഹെന്നയ്ക്ക് 5 സ്പൂണ് നെല്ലിക്ക പൊടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടാവും. നമ്മൾ നെല്ലിക്കയുടെ ഒരു അളവ് ഭയങ്കര കൂടുതലും പാടില്ല, കാരണം അത് നമ്മുടെ തലമുടിനെ വളരെ റഫാക്കും. ഇപ്പം ഈ ഒരു റേഷ്യോയിലാണ് ഞാൻ പൗഡർ എടുത്തിട്ടുള്ളത്. നല്ല ബെസ്റ്റ് ബെനിഫിറ്റും അതേപോലെ തന്നെ നല്ല ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോർമലി നമ്മൾ ഹെന്ന മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു ബ്രൗൺ കളറാണ് നമ്മുടെ തലമുടിക്ക് കിട്ടുന്നത്. തലമുടി കാണാൻ ഒരു ഭംഗിയും കാണില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ആഡ് ചെയ്യുവാണെങ്കിൽ തലമുടി കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇവിടെ നെല്ലിക്ക പൊടിയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തലേ ദിവസം തന്നെ നമ്മൾ ഒരു വെള്ളം തയ്യാറാക്കി വെക്കണം. അതിനുവേണ്ടി ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്ത് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് തിളപ്പിക്കുക. ആ തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി ഉലുവ, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ഒന്ന് ചതച്ചിടാം, കറിവേപ്പില ഉണ്ടെങ്കിൽ അതൊന്ന് ഇടാം, അതേപോലെ തന്നെ കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതും ഇടാം, തേയിലപ്പൊടി ഇടാം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം അതേപോലെ തന്നെ നമുക്ക് രാത്രി വെക്കാം. ഇല്ല, നിങ്ങൾ പിറ്റേ ദിവസം തന്നെ ഈ ഒരു വെള്ളം തയ്യാറാക്കണമെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ ഹെന്നയും നെല്ലിക്കപ്പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഈ വെള്ളം നന്നായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ആ വെള്ളം മാത്രം യൂസ് ചെയ്ത് ഈ ഹെന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഹെന്ന പൊടിയിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാം. അതാണ് തൈര്. നല്ല തൈരും കൂടി നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലമുടിയിലും തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അതിന് ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ഒരു പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വയ്ക്കുവാണെങ്കിൽ ഒരു 4 മണിക്കൂർ വരെ നമുക്ക് പുറത്ത് വച്ച് കഴിഞ്ഞാൽ അതേ ദിവസം 4 മണിക്കൂർ പുറത്ത് വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം തലമുടിയിൽ. ഇപ്പം നിങ്ങൾ ആ ഒരു പൗഡർ മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ടിയാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പ്രശ്നമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു ഇരുമ്പ് ചട്ടിയിലൊക്കെ വയ്ക്കുവാണെങ്കിൽ തലേ ദിവസം രാത്രി നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പം ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ മുന്നേ ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഈ ഹെന്ന അപ്ലൈ ചെയ്യുന്ന മുന്നേ തലമുടിയും സ്കാൽപ്പും നല്ല രീതിയിൽ ഷാമ്പൂ ഇട്ട്, ഒരു നാച്ചുറൽ ഷാമ്പുവോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നോർമൽ ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷാമ്പു ഉപയോഗിച്ച് നല്ല രീതിയിൽ സ്കാൽപ്പും തലമുടിയും വാഷ് ചെയ്ത് കളയണം. അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഈ ഹെന്ന അപ്ലൈ ചെയ്യുക. എന്നാലേ നിങ്ങളുടെ തലമുടിക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഹെന്നയുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കാവാനും പാടില്ല, അതേപോലെ വെള്ളം പോലെ ആവാനും പാടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ വന്ന് വീഴും. അതുകൊണ്ട് മീഡിയം കൺസിസ്റ്റൻസി ആയിരിക്കണം. നിങ്ങൾ ഈ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ഹെയർ എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പാർട്ട്, ഈ സ്കാൽപ്പ് കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് തലമുടിയുടെ ഗ്രോത്തും അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഗ്രേ ഹെയർ, പ്രീമച്യൂർ ഗ്രേ ഹെയർ ഇതൊക്കെ കവർ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ മുടിയിലും ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ തലമുടി ഈ രീതിയിലൊന്ന് ചുറ്റി ഇങ്ങനെ വയ്ക്കണം. ഈ ചുറ്റി വച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ രീതിയിൽ നന്നായിട്ട് നിൽക്കും കേട്ടോ. അതേപോലെ തന്നെ ഓരോരോ ലെയർ എടുക്കുക, നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ചുറ്റി ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ നല്ല രീതിയിൽ തലമുടി അങ്ങനെ ചുറ്റി ഇങ്ങനെ വയ്ക്കണം. വച്ച് കഴിഞ്ഞിട്ട് ഒരു ക്യാപ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ നമ്മുടെ തലമുടി കവർ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് 1 മണിക്കൂർ വരെ ഇരിക്കണം. 1 മണിക്കൂറോ 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാം, 1 അവർ വരെ ഇരിക്കാം കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവല്, തലമുടിയിൽ നിന്ന് വാഷ് ചെയ്ത് കളയാൻ പാടായിരിക്കും. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ലൈറ്റായിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോഴേക്ക് വെള്ളം ഒഴിച്ച് പതുക്കെ സോഫ്റ്റായിട്ട് പതുക്കെ വാഷ് ചെയ്ത് നമുക്കത് കളയാം.
വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ദിവസം നിങ്ങൾ ഷാമ്പൂ ഉപയോഗിക്കാൻ പാടില്ല. ഷാമ്പുവോ കണ്ടീഷണറോ ആ ദിവസം ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല, അതിൻ്റെ ഒരു കളറും കിട്ടത്തില്ല. ആ ദിവസം തലമുടി അതേപോലെ വിട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തിട്ട് ഷാമ്പു ഉപയോഗിച്ച് പിറ്റേ ദിവസം നിങ്ങൾക്ക് വാഷ് ചെയ്യാം. ഹെന്ന മാത്രം അപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ ഹെന്ന അപ്ലൈ ചെയ്ത ദിവസം ഹെയറൊക്കെ വാഷ് ചെയ്ത് രാത്രി ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം നമുക്ക് ഹെയർ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇല്ല നിങ്ങൾക്ക് ഹെന്നയുടെ കളർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു 2 വീക്സിൽ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെന്നയുടെ ഒരു കളർ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. പറഞ്ഞാൽ ബ്ലാക്ക് അല്ലാതെ ഒരു ലൈറ്റായിട്ട് ഒരു റെഡിഷ് കളറോ അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ ഹെയറുടെ കളർ അനുസരിച്ചിട്ടായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയാം. ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ആ ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ദിവസം നമ്മൾ രാത്രി തലയിൽ എണ്ണ തേക്കാൻ പാടില്ല. ഹെന്ന അപ്ലൈ ചെയ്യുന്ന ദിവസം ഷാമ്പുവോ കണ്ടീഷണറോ യൂസ് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യേണ്ട പ്രോസസ്സാണ് ഇൻഡിഗോ പൗഡർ പ്രോസസ്സ്. അപ്പോൾ ഇൻഡിഗോ പൗഡർ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് കടയിലും ഓൺലൈനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇൻഡിഗോ പൗഡർ എങ്ങനെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ചില പാക്കറ്റിൽ തന്നെ അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത നോർമൽ ഇൻഡിഗോ പൗഡർ ആണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഒരു ബൗളിനകത്ത് ഇടാം. ഇത് നമ്മൾ ഇരുമ്പ് ചട്ടിക്കകത്തല്ല ഇടേണ്ടത്, നോർമൽ പ്ലാസ്റ്റിക് ബൗളിനകത്ത് എടുത്തിട്ട് അതിനകത്ത് ആവശ്യമുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കണം. 10-5 മിനിറ്റ് വയ്ക്കണം. കാരണം അതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഒരു കളർ, ഒരു ഷെയ്ഡ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഇമേജിൽ കാണിക്കുന്ന പോലെ ഒരു ഷെയ്ഡ് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതേ മെത്തേഡിൽ വേണം നമ്മൾ ഇൻഡിഗോ പൗഡറും അപ്ലൈ ചെയ്യാൻ. ജസ്റ്റ് ഇങ്ങനെ ഹെയർ എടുക്കുക, സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, നമ്മളിവിടെ കെട്ടിവയ്ക്കുക. അതേ രീതിയിൽ എല്ലാ ഹെയറിലും സിംഗിളായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല എഫക്റ്റീവ് റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ രീതി ചെയ്ത് കഴിഞ്ഞിട്ട് ആ ദിവസം നമ്മൾ 1 hour 45 to 1 minute വരെ ഈ ഒരു ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് കളർ വരും. അതുകൊണ്ട് തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യണം. ഇതൊരു നാച്ചുറൽ മെത്തേഡാണ്, പക്ഷേ പിന്നെയും നാച്ചുറൽ കളർ റിലീസ് ആവുന്നതുകൊണ്ട് കയ്യിൽ ഗ്ലൗസ് ഇടാൻ മാത്രം മറക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണമെങ്കിൽ ഫേസിലൊന്നും അപ്ലൈ ആവാതിരിക്കാൻ ഇച്ചിരി ഓയിലൊക്കെ പുരട്ടാം. അത് കഴിഞ്ഞിട്ട് ഇൻഡിഗോ പൗഡർ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 45 to 1 hour വരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്യണം. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പുവോ കണ്ടീഷണറോ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അത് കഴിഞ്ഞ് ആ ദിവസം രാത്രി നമ്മുടെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡ്രൈ ഹെയറിൽ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഡേ ഹെയർ ഷാമ്പു കൊണ്ട് വാഷ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ മുടിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്, ഒത്തിരി ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് എവറി വീക്ക് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. അധികം ഇല്ലെങ്കിൽ 15 ഡേയ്സിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാം. ഇൻഡിഗോ പൗഡറിൻ്റെ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെന്നയുടെ ബ്രൗൺ കളറ് അല്ലെങ്കിൽ ഹെന്നയുടെ കളറും ഈ ഒരു ഇൻഡിഗോ കളറും കൂടി മിക്സ് ആകുമ്പോഴാണ് നമ്മുടെ തലമുടിക്ക് നല്ല ഒരു ബ്ലാക്ക് കളർ കിട്ടുന്നത്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.